എൻ്റെ കേരളം പ്രദർശന മേള സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് ഈ മേള സൂപ്പറാണ് എന്ന് കണ്ടവരൊക്കെ ഒരേ സ്വരത്തിൽ പറയും. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം ആശ്രാമ മൈതാനത്ത് നടക്കുന്ന പ്രദർശനമേള കാണാനുള്ള യാത്രയിലാണ്. റിപ്പോർട്ടർ ആർ അരുൺരാജിന്റെ കൈപിടിച്ചാണ് ഞാൻ കാറിൽ നിന്ന് പ്രദർശന നഗരിയിലിറങ്ങിയത്. മുന്നിലെ കമാനത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. ഒപ്പം സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വരച്ചു കാട്ടുന്നതാണ് പ്രവേശന കവാടം. മുന്നിൽ നിന്നവരെ നോക്കിച്ചിരിച്ച് അരുൺ ചേട്ടൻ അകത്തേക്ക് കയറി. ഞാൻ എന്റെ ക്യാമറയ്ക്കൊപ്പം ചേർന്നു. ഇടത്തേക്ക് തിരിഞ്ഞതോടെ ഇടത് സർക്കാരിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്ന ഫ്രെയിമിലേക്ക്. അത് കണ്ട് സ്വല്പം കൂടി മുന്നോട്ട് നടന്നതോടെ കൊല്ലത്തിന്റെ സ്വപ്ന പദ്ധതിയായ മറൈൻ അക്വേറിയത്തിന്റെ മാതൃക. തൊട്ടു പിന്നാലെ പരിസ്ഥിതിയോട് ചേർന്നുള്ള ഇടത് സർക്കാരിന്റെ വികസനം ഒരു നേർചിത്രം പോലെ തയ്യാറാക്കിയിരിക്കുന്നു. പൊതുമരാമത്ത് രംഗത്തെ വികസനം പ്രകടമാക്കുന്ന റോഡുകൾ, സാങ്കേതികവിദ്യയുടെ വിപ്ലവകരമായ മാറ്റവും AI സാങ്കേതികവിദ്യയും സമ്മിശ്രമായി ഒന്നിക്കുകയാണിവിടെ. വീണ്ടും ഞങ്ങൾ മുന്നോട്ട്. ദുരന്തസ്ഥലത്തെ അഗ്നിരക്ഷാസേനയുടെ രക്ഷാപ്രവർത്തനം എങ്ങനെയെന്ന് വിശദീകരിക്കുന്നതായിരുന്നു ആ കാഴ്ച. പിന്നെ പോയത് പോലീസ് മാമന്മാരുടെ അടുത്തേക്കാണ്. പോലീസ് യൂണിഫോം മുതൽ സേനയുടെ പ്രവർത്തനങ്ങൾ അടുത്തറിയുന്ന രീതിയിൽ സ്റ്റാളുകൾ വരെ ക്രമീകരിച്ചിരിക്കുന്നു. ബേപ്പൂർ സുൽത്താൻ, വൈക്കം മുഹമ്മദ് ബഷീർ കിടന്ന കസബ ജയിൽ AI സാങ്കേതികവിദ്യയിൽ പുനർനിർമ്മിച്ചിരിക്കുന്നു. ക്യാപ്റ്റൻ രാജു ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ മെഷീൻ ഗൺ മുതൽ AK-47 വരെ ഇരിക്കുന്നു. പലകുറി പോയി കണ്ട കല്ലട ജലവൈദ്യുത പദ്ധതിയുടെ ഒരു ചെറുപതിപ്പും ഞാൻ കണ്ടു. കൗതുകത്തോടെ എന്നും നാം നോക്കിക്കണ്ട വയർലെസ് ഉപയോഗത്തിന്റെ പിന്നാമ്പുറ കാഴ്ചയും എനിക്ക് മനസ്സിലാക്കാനായി. കൂട്ടത്തിൽ എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ജയിൽ വകുപ്പിന്റെ ഈ സ്റ്റാളാണ്. തൂക്കുകയർ മുതൽ ജയിലന്തേവാസികൾ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കൾ ഒരു കുടക്കീഴിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ. സർക്കാർ പദ്ധതികളുടെയും വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ചെറുതും വലുതുമായ നിരവധി സ്റ്റാളുകളും മേളയ്ക്ക് നിറം പകരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേരളം മാതൃകയെന്ന് നമുക്കൊരേ സ്വരത്തിൽ പറയാം. നല്ല പരിപാടിയാണ്. കാണാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. നല്ല കാണാം, പിള്ളേർക്കൊക്കെ കാണാം. എല്ലാവർക്കും വന്നാൽ കാണാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല പരിപാടികളാണ്. കാണാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ കളിയും എല്ലാം നല്ല പരിപാടികളാണ്. എല്ലാം ഉണ്ട്, വിചാരിച്ചതിലും കൂടുതലായിട്ടുമുണ്ട്. മേള കണ്ടിറങ്ങുന്നവരെല്ലാം കുടുംബശ്രീ ഫുഡ് കോർട്ടിൽ നിന്ന് സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിച്ചാണ് മടങ്ങുന്നത്. കൊതിയോടെ ഞാനും ഭക്ഷണമെല്ലാം നോക്കി നിന്നാണ് മേളയിൽ നിന്നിറങ്ങിയത്.
മനസ്സിൽ കാഴ്ചയുടെ വർണ്ണവിസ്മയം നിറച്ചാണ് ഞാനും ആശ്രാമ മൈതാനം വിട്ടത്. ഉൾക്കാഴ്ചയുള്ള, ഉൾക്കരുത്തുള്ള ഭരണ മികവിന്റെ നേർക്കാഴ്ചയാണ് മേളയെന്ന് നിസ്സംശയം പറയാം. ആർ അരുൺരാജ്, 24, കൊല്ലം.